Hello everyone, welcome to another video by Expert Launch. അപ്പോൾ നമ്മളിവിടെ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വീഡിയോ സീരീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ പാർട്ട് 3 ആണിത്, തേർഡ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ്. അതിൻ്റെ കൂടെ തന്നെ 5 ഷോർട്സ്, അതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനാണ്. ടുവേർഡ്സ് ദി എൻഡ് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ എക്സ്പേർട്ട് ലോഞ്ച് ഓഫർ ചെയ്യുന്ന കോഴ്സസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഓവർസിയർ ഈ ലെവലിലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കോഴ്സസിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിലേ ഒന്നും ഇല്ലാതെ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വാട്ടർ ക്വാളിറ്റിയെ പറ്റിയാണ്. വാട്ടർ ക്വാളിറ്റി എന്താണെന്ന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം നമുക്ക് ഉപയോഗയോഗ്യമാണ് എന്നതിനെ അസസ് ചെയ്യുന്നതിനെയാണ് വാട്ടർ ക്വാളിറ്റി. അപ്പോൾ വാട്ടർ ക്വാളിറ്റി കണ്ടെത്താനായിട്ട് പല ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകളെ പറ്റിയാണ് നമുക്ക് മെയിൻലി ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് വാട്ടറിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട്, അതിൻ്റെ ലിമിറ്റ് എന്താണ്, ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മൾ വാട്ടർ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് മെഷർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദ്യം തന്നെ റോ വാട്ടറാണ്. റോ വാട്ടർ നമ്മൾ സ്ട്രീംസിൽ നിന്നോ അല്ലെങ്കിൽ ലേക്സ്, റിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന റോ വാട്ടർ അത് എടുക്കുന്നു. നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു. പല ടെസ്റ്റുകൾ നടത്തിയിട്ട് വാട്ടറിലുള്ള ഓരോരോ കണ്ടാമിനൻസ് ഉണ്ടോ, അതിൻ്റെ പൊല്യൂട്ടൻസ് ഉണ്ടോ, അതിൻ്റെ കണ്ടൻസ് എല്ലാം, അതിൻ്റെ വാല്യൂസ് ആദ്യം തന്നെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നു. അതിനുശേഷമാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷവും നമ്മൾ ഇതുപോലെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ട്രീറ്റ്മെൻറ്റിൽ ഈ പൊല്യൂട്ടൻസിനെയും കണ്ടാമിനൻസിനെയും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നമുക്ക് കിട്ടുന്ന വെള്ളത്തിനകത്ത് ഉള്ള ഇതിൻ്റെ വാല്യൂസ്, അതായത് ഈ പൊല്യൂട്ടൻസിൻ്റെ വാല്യൂസ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിനകത്ത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് ശേഷം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന വാട്ടറാണ് ഹോൾസം വാട്ടർ. ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സേഫ് ആൻഡ് പൊട്ടൻറ്റ് വാട്ടർ വിച്ച് ഇസ് യൂസ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്. ഡ്രിങ്കിങ് പർപ്പസിന് സേഫ് ആയിട്ടുള്ളൊരു വാട്ടറിനെയാണ് ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കെമിക്കൽസ് അല്ലെങ്കിൽ അതർ ഇമ്പ്യൂരിറ്റീസ് ഒന്നും എക്സസ് ആയിട്ട് ഉണ്ടാവില്ല, സോ ദാറ്റ് ഇറ്റ് കുഡ് ഹാം ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹ്യൂമൻ ബോഡിയെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള കെമിക്കൽസോ ഇമ്പ്യൂരിറ്റീസോ ഒന്നും എക്സസ് ആയിട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബാക്ടീരിയാസോ മൈക്രോ ഓർഗാനിസംസ് ഒന്നും പ്രസൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാട്ടറിനെയാണ് ഹോൾസം വാട്ടർ എന്നും പറയുന്നത്. അപ്പം പ്യുവർ വാട്ടർ അല്ല. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് H2O. അപ്പം അങ്ങനത്തെ ടൈപ്പ് അല്ലെ, കെമിക്കൽ ഫോം ഓഫ് വാട്ടറാണ് H2O. അപ്പോൾ ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻ എക്സസ് ക്വാണ്ടിറ്റി സച്ച് ദാറ്റ് ഇറ്റ് വുഡ് ഹാം ഹ്യൂമൻ ബോഡി. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വാട്ടറാണ് നമുക്ക് കിട്ടുന്ന ഹോൾസം വാട്ടർ. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ക്വാളിറ്റിയെ പറ്റി പഠിക്കുമ്പം അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ പറ്റിയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇമ്പ്യൂരിറ്റീസിനെ മെയിൻലി 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ സൈസ്, ബേസ്ഡ് ഓൺ നേച്ചർ, ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഇവിടെ ബേസ്ഡ് ഓൺ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ സൈസ് വെച്ചിട്ട് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സസ്പെൻഡഡ്, കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്. ഇതിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനാണ് ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഉണ്ടാകുന്നത്. ഡിസോൾവ് പാർട്ടിക്കിൾസിനാണ് ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഉണ്ടാകുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ സൈസ് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സസ്പെൻഡഡ്, കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്. ഇനി ബേസ്ഡ് ഓൺ നേച്ചറെ പറ്റി പറയുകയാണെങ്കിൽ 2 ക്ലാസിഫൈ ചെയ്യാം: ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ഇതിൽ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഇറ്റ് വിൽ സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് പാത്തജൻസ് ആയിരിക്കാം, നോൺ പാത്തജൻസ് ആയിരിക്കാം. ഇനി ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ
ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് നാച്ചുറലായിട്ടാണ് പ്രസൻ്റ് എങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് ഹ്യൂമൻസ് വഴി ഇമ്പാർട്ട് ചെയ്യുന്ന ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ ഇറ്റ് കുഡ് ബി ടോക്സിക്. സോ അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, വാട്ടറിൽ ഒരിക്കലും നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്ന 3 കാര്യങ്ങളാണ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ആ പേരിൽ തന്നെ ഉണ്ട് സ്റ്റേറ്റ് ഓഫ് മാറ്റർ വെച്ചിട്ടാണ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ബയോളജിക്കലായിട്ടുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റിയെ പറ്റി നമുക്ക് നോക്കാം. ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റിയിൽ മെയിൻലി 4 പാരാമീറ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് ടെമ്പറേച്ചർ, ദെൻ കളർ, ടർബിഡിറ്റി, ഓർഡർ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനെ പറ്റി ആദ്യം പറയുകയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഇസ് ബിറ്റ്വീൻ 10 to 20 ഡിഗ്രി സെൽഷ്യസ്. എന്തുകൊണ്ടാണ് 10 to 20 ഡിഗ്രി സെൽഷ്യസ് വന്നിരിക്കുന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് 20 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രേറ്റർ ആണ് ടെമ്പറേച്ചർ എങ്കിൽ, അതായത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പ്രിഫർ ചെയ്യുന്നില്ല. ഇനി 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ടെമ്പറേച്ചർ എങ്കിൽ വെള്ളത്തിൻ്റെ വിസ്കോസിറ്റി കൂടും. അപ്പോൾ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം അത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ താഴെയുള്ള 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന റേഞ്ചസ് ബിറ്റ്വീൻ 10 to 20 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമം ആയിട്ടുള്ളൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ലെറ്റ് us ടോക്ക് അബൌട്ട് കളർ. കളറിൻ്റെ റേഞ്ചാണ് 5 to 20 TCU. അപ്പോൾ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ കളർ മെഷർ ചെയ്യുന്നത് ടിൻറ്റോമീറ്റർ വെച്ചിട്ടാണ്. ടിൻറ്റോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് കളർ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ചില സ്റ്റാൻഡേർഡ് ഗ്ലാസ് ട്യൂബ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് നെസ്ലേഴ്സ് ട്യൂബ്. അപ്പോൾ ഈ ടേംസ് എല്ലാം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കളർ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ടിൻറ്റോമീറ്റർ. അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഗ്ലാസ് ട്യൂബ്സ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്, അതിനെയാണ് നെസ്ലേഴ്സ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. നെസ്ലേഴ്സ് ട്യൂബ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഗ്ലാസ് ട്യൂബ്സ് ആണ്. അതിൻ്റെ അത് പല ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഗ്ലാസ് ട്യൂബ്സ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ്സ് ആണ്. അതിനെയാണ് നെസ്ലേഴ്സ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് TCU എന്നുള്ള ടേംസിലാണ്. ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വെറും കളർ യൂണിറ്റ് CU എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഹെയ്സൺ യൂണിറ്റ് എന്നും പറയാറുണ്ട്. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹെയ്സൺ, അതുകൊണ്ടാണ് ഹെയ്സൺ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പല ടേംസിൽ പറയാറുണ്ട്. ഇതെല്ലാം സെയിം തന്നെയാണ്. ട്രൂ കളർ യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ 5 to 20 ആണ് ഇതിൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ റേഞ്ച്, കളറിൻ്റെ റേഞ്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റിയാണ് ടർബിഡിറ്റി. സസ്പെൻഡഡ് പാർട്ടിക്കിൾസും കൊളോയിഡൽ പാർട്ടിക്കിൾസ്. നമ്മൾ ആദ്യം തന്നെ സൈസ് വെച്ചിട്ട് ഇമ്പ്യൂരിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തായിരുന്നു. ഏതൊക്കെയായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്? സസ്പെൻഡഡ്, കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്ഡ്. ഇതിൽ സസ്പെൻഡഡിനാണ് ഏറ്റവും സൈസ് കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾസ്. ആൻഡ് ഈ ടർബിഡിറ്റി കോസ് ചെയ്യുന്നത് സസ്പെൻഡഡും കൊളോയിഡൽ പാർട്ടിക്കിൾസും കാരണമാണ്. ഇനി ടർബിഡിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ടർബിഡിറ്റി എന്താണെന്ന് അറിയണമെന്നില്ല. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ എന്താണ്? യൂഷ്വലി വാട്ടർ ട്രാൻസ്പാരൻ്റ് ആണല്ലേ. പ്യുവർ വാട്ടർ, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ എന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒപ്പേക്നെസ്സിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൻ്റെ ഒപ്പേക്നെസ്സിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടറിൽ പല പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ലൈറ്റിൻ്റെ പാസേജിന് റെസിസ്റ്റ് ചെയ്യുന്നു. സോ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് resistance offered by particles present in water to the passage of light through water. അതിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ വാട്ടർ ടു ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് വാട്ടറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കാരണമാണ്. സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കാരണമാണ് ടർബിഡിറ്റി ഉണ്ടാകുന്നത്. സോ ഇൻ ഷോർട്ട് ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഒപ്പേക്നെസ് ഓഫ് വാട്ടർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ
പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡിവൈസസ് ഉണ്ട്. ലൈറ്റ് എബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ, ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ വഴി വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്. അതിൻ്റെ അത്രയും ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. നമുക്കിനി സിമ്പിളായിട്ട് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ടർബിഡിറ്റിയുടെ റേഞ്ചാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. 5 to 10 NTU ആണ് ടർബിഡിറ്റിയുടെ റേഞ്ച്. ഇതിൽ NTU എന്ന് പറയുന്നത് നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്സ് ആണ്. നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്സ്. NTUയുടെ ഫുൾ ഫോം ആണ് നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. നെക്സ്റ്റ് നമുക്ക് ഫോർത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഓർഡർ ആൻഡ് ടേസ്റ്റ്. ഓർഡർ ആൻഡ് ടേസ്റ്റ്. ഓർഡർ എന്താണ്? സ്മെൽ. ടേസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഓർഡറും ടേസ്റ്റും ഒരുമിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഓർഡറും ടേസ്റ്റും ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. അതായത് ഒരു സ്മെല്ലുള്ള വാട്ടറിനാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും എന്നുള്ളത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. ഓർഡർ കണ്ടുപിടിക്കാനാണ് ഒരു ഡിവൈസ് ഉള്ളത്. അതിനെ വിളിക്കുന്നതാണ് ഓസ്മോസ്കോപ്പ്. ഓസ്മോസ്കോപ്പ് എന്നാണ് ഓർഡർ നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേര്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് TON എന്നുള്ള ടേംസിലാണ്. TONൻ്റെ ഫുൾ ഫോമാണ് ത്രെഷ്ഹോൾഡ് ഓർഡർ നമ്പർ. ത്രെഷ്ഹോൾഡ് ഓർഡർ നമ്പർ. ത്രെഷ്ഹോൾഡ് ഓർഡർ നമ്പർ എന്നുള്ള ടേംസിലാണ് ഓർഡറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം കണ്ടെത്താൻ ഓർഡർ ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ഓസ്മോസ്കോപ്പ്. അപ്പോൾ ഈ ഓർഡറിൻ്റെ TON എന്ന് പറഞ്ഞ ത്രെഷ്ഹോൾഡ് ഓർഡർ നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 3 ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പ്രകാരം എന്താണ്? ഓർഡറിൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 3. അപ്പോൾ ടേസ്റ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല. ഇഫ് ദ വാട്ടർ സ്മെൽസ് ബാഡ് ദെൻ ഇറ്റ് ഓൾസോ ടേസ്റ്റ് ബാഡ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. ഇത് രണ്ടും ടേസ്റ്റ് ആൻഡ് സ്മെൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് പ്രത്യേകമായിട്ടൊരു ടെസ്റ്റൊന്നും അങ്ങനെ കണ്ടക്ട് ചെയ്യാറില്ല. ഓർഡർ വെച്ചിട്ട് തന്നെയാണ് പറയാറ്. TON ഷുഡ് ബി ലെസ് ദാൻ 3. ഈ ഒരു കേസിൽ TONൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 3. അങ്ങനെയാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് ആ വെള്ളം ഡ്രിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ വെച്ച് 3ആയി ക്ലാസിഫൈ ചെയ്തായിരുന്നു. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പോൾ അതിൽ സെക്കൻഡായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കെമിക്കൽ വാട്ടർ ക്വാളിറ്റി. അപ്പോൾ കെമിക്കൽ വാട്ടർ ക്വാളിറ്റിയിൽ ഫസ്റ്റ് വരുന്നതാണ് സോളിഡ്സ്. സോളിഡ്സ് എന്താണ്? വെള്ളത്തിലുള്ള സോളിഡ്സ്. ഈ ഫിഗറിൽ നിങ്ങൾക്കൊരു കാണാൻ പറ്റും. ഈ ഒരു പിക്ചറിൽ പല ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് വാട്ടറിൽ. ഇങ്ങനെ സോളിഡ്സ് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമ്പ്യൂരിറ്റീസ്, അപ്പോൾ നമ്മൾ ഈ വാട്ടറിനെ ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾ എടുത്ത് വെച്ചു, അതിനെ ഇവാപ്പറേറ്റ് ചെയ്തു. ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം ലീവ് ചെയ്യുന്ന റെസിഡ്യൂനെയാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സ് ഇസ് ദ റെസിഡ്യൂ വിച്ച് ഇസ് ലെഫ്റ്റ് അപ്പോൺ ഇവാപ്പറേഷൻ. സോ സോളിഡ്സിനെ തന്നെ നമുക്ക് മെയിൻലി 3 ഇതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ സോളിഡ്സ്, ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഇവിടെ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇവാപ്പറേഷന് ശേഷം ലീവ് ചെയ്യുന്ന റെസിഡ്യൂനെയാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടെത്താനൊന്നുമില്ല. നമ്മളൊരു എംപ്റ്റി കണ്ടെയ്നർ എടുക്കുന്നു, അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നു. അതിനുശേഷം ആ കണ്ടെയ്നറിനകത്ത് വാട്ടർ സാമ്പിൾ ഒഴിച്ചിട്ട് ഓവനിൽ വെക്കുന്നു. ഓവനിൽ വെച്ചതിന് ശേഷം ഫൈനൽ വെയിറ്റ് മെഷർ ചെയ്യുന്നു. അപ്പോൾ ഈ 2 വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എത്ര ml ഓഫ് വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്തത്. സോ ടോട്ടൽ സോളിഡ്സ് നമുക്ക് കിട്ടുന്നത് മെഷർ ചെയ്യുന്നത് mg/ലിറ്റർ എന്നുള്ള ടേംസിലാണ്. സോ എന്താ ചെയ്യുന്നത്? അത് തന്നെ ഇതിൻ്റെ വെയിറ്റ് ഓഫ് സോളിഡ്സ് കിട്ടുന്നു. it is in terms of mg and divided by volume of the water sample used. സോ ആ ഒരു ടേംസിലാണ് ടോട്ടൽ സോളിഡ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ആണെങ്കിൽ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് നമ്മൾ കണ്ടെത്താനായിട്ട് ഒരു ഫിൽറ്റർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിന് VML ഓഫ് വെള്ളമാണെങ്കിൽ എത്ര ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് വെള്ളമാണെങ്കിൽ അതിനൊരു ഫിൽറ്റർ പേപ്പറിലൂടെ പാസ് ചെയ്യുന്നു. ആ ഫിൽറ്റർ പേപ്പറിലൂടെ പാസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആക്ച്വലി എംപ്റ്റി ഫിൽറ്റർ പേപ്പറിൻ്റെ വെയിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം പാസ് ചെയ്തതിന് ശേഷമുള്ള ഫിൽറ്റർ പേപ്പറിൻ്റെ വെയിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ആയിട്ട് കിട്ടുന്നത്. ഈ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ആണെങ്കിൽ ഈ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സിനകത്ത്
കൊളോയിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് സോളിഡ്സും ഉണ്ടാകും. ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കൊളോയിഡ്സ് പ്ലസ് ഡിസോൾവ്ഡ് സോളിഡ്സ്. ഓക്കെ, അപ്പം ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്റേർഡ് വാട്ടർ സാമ്പിൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഡ്രൈ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം ഫിൽട്രേറ്റ് നമ്മൾ നേരത്തെ ഈ ഒരു ഫിൽറ്റർ പേപ്പറിലൂടെ പാസ് ചെയ്തതിന് ശേഷമുള്ള വെള്ളം ഉണ്ടല്ലോ, പാസ് ചെയ്തതിന് ശേഷമുള്ള ആ വെള്ളം, അതിനെയാണ് ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിൽട്രേറ്റിന് നമ്മൾ ഇതുപോലെ ഒരു എംപ്റ്റി കണ്ടെയ്നറിൽ വെക്കുന്നു, അതിനെ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ വോളിയം, അതിനെയാണ് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ സോളിഡ്സ് ഷുഡ് ബി ലെസ് ദാൻ 500 mg/L. ടോട്ടൽ സോളിഡ്സ് ഷുഡ് ബി ലെസ് ദാൻ 500 mg/L. ഇതാണ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ ടോട്ടൽ സോളിഡ്സ്. നെക്സ്റ്റ് സെക്കൻഡ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് പാരാമീറ്റർ നമുക്ക് പഠിക്കാനുള്ളത് പി എച്ച് ആണ്. പി എച്ച് മീൻസ് ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. അപ്പോൾ പി എച്ച് നമുക്ക് പി എച്ചിന് റേഞ്ച് ഉണ്ട്, 0 to 14 എന്നുള്ളൊരു റേഞ്ചാണ് പി എച്ചിന് വരുന്നത്. അപ്പോൾ നമ്മൾ പി എച്ച് 7 ആണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂട്രൽ എന്നാണ് പറയുക. ലെസ് ദാൻ 7 ആണെങ്കിൽ ഇറ്റ് ഈസ് അസിഡിക്. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്. സോ ഗ്രേറ്റർ ദാൻ 7, അതായത് 7 to 14 റേഞ്ചിലാണ് വാട്ടറിൻ്റെ പി എച്ച് എങ്കിൽ ഇറ്റ് ഈസ് ബേസിക്. ലെസ്സർ ദാൻ 7 ആണെങ്കിൽ ഇറ്റ് ഈസ് അസിഡിക്. സോ പി എച്ചിൻ്റെ ഈ ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുന്നത്. യൂഷ്വലി ഡ്രിങ്കിങ് വാട്ടറിന് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഒരു ന്യൂട്രൽ പി എച്ചിന് അറൗണ്ട് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ 6.5 to 8 എന്നുള്ളൊരു റേഞ്ചിലാണ് പി എച്ച്. അതാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർ പി എച്ച്. നൗ നെക്സ്റ്റ് ആണ് അസിഡിറ്റി. അസിഡിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അസിഡിറ്റി ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ബേസ്. വാട്ടറിന് ബേസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എബിലിറ്റിയെയാണ്, അതിൻ്റെ ഒരു മെഷറിനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ബേസ്. അപ്പം അസിഡിറ്റിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് അങ്ങനെയില്ല. നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന വെള്ളമാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 mg/L ആസ് CaCO3. CaCO3യുടെ ടേംസിലാണ് അസിഡിറ്റി, ആൽക്കലിനിറ്റി ആൻഡ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ആൽക്കലിനിറ്റി. ഫോർത്ത് പാരാമീറ്റർ ആണ് ആൽക്കലിനിറ്റി. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ആൽക്കലിനിറ്റി. അപ്പോൾ ആൽക്കലിനിറ്റി മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സ്. നേരെ തിരിച്ച് ആസിഡ്സ് എന്താണ്, അസിഡിറ്റി എന്താണ്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ബേസ്. അങ്ങനെയെങ്കിൽ ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സ്. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 mg/L ആസ് CaCO3. കാൽഷ്യം കാർബണേറ്റിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പാരാമീറ്റർ ആണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പുണ്ട്, വെള്ളമുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ സോപ്പ് വെള്ളത്തിൽ അലിയില്ല. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെള്ളത്തിനെയാണ് നമ്മൾ പറയുക ഹാർഡ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർഡ്നെസ് മീൻസ് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ഫോം ലാദർ വിത്ത് സോപ്പ്. അപ്പോൾ വാട്ടർ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം സോപ്പ് ലാദർ ഫോം ചെയ്യില്ല, അതായത് സോപ്പ് അലിയില്ല. അതിനെയാണ്, ആ ഒരു റെസിസ്റ്റൻസിനെയാണ് ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാർഡ്നെസ് മെയിൻലി നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, അതുപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് it is caused due to carbonates and bicarbonates of calcium and magnesium. Temporary hardness കോസ് ചെയ്യുന്നത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയൺസ് ആണ്. ഇതിനെ തന്നെ വിളിക്കുന്നൊരു പേരാണ് കാർബണേറ്റ് ഹാർഡ്നെസ്. CH എന്നും പറയും, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയും. ഇനി പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്. സോ CH is carbonaceous hardness, NCH is non carbonaceous hardness. സോ അതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്നും പറയുന്നത്. അപ്പോൾ പെർമനൻറ്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ്. ടെമ്പററി ഹാർഡ്നെസ് ഇസ് കോസ് ഡ്യൂ ടു carbonates and bicarbonates of calcium and magnesium, while permanent hardness or non-carbonaceous hardness is caused due to chlorides and sulfates of calcium and magnesium. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ബോയിലിംഗ്. വെള്ളത്തിന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ആവും. എന്നാൽ പെർമനൻറ്റ് ഹാർഡ്നെസ് ബോയിലിംഗ് കൊണ്ട് മാത്രം റിമൂവ് ആവില്ല. ഇനി ഹാർഡ്നെസ്സിൻ്റെ ഒരു
ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 300 mg/L ആസ് CaCO3. ഹാർഡ്നെസ്സിൻ്റെ അകത്ത് പറയാനുള്ള വേറൊരു എഡീഷണൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് മെഷർ ചെയ്യുന്ന മെത്തേഡിനാണ്. EDTA മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. EDTA മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടൈട്രോമെട്രിക് മെത്തേഡാണ്. ടൈട്രൻറ്റ് യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്ന ടൈട്രൻറ്റ് EDTA, എത്തിലിൻ ഡയമീൻ ടെട്രാ എസിറ്റിക് ആസിഡ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എറിക്രോം ബ്ലാക്ക് ടീ. EBT ആണ് ഇൻഡിക്കേറ്റർ, എറിക്രോം ബ്ലാക്ക് ടീ ഓർ EBT എന്ന് പറയും. അപ്പോൾ ഹാർഡ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വാട്ടർ ഹാർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് കൊറോഷൻ. ഇപ്പോൾ പൈപ്സിലൊക്കെ കൊറോഷൻ കോസ് ചെയ്യും, സ്കെയിലിംഗ് കോസ് ചെയ്യും, ബോയിലേഴ്സിൽ സ്കെയിലിംഗ് ഒക്കെ കോസ് ചെയ്യും. ആൻഡ് വെള്ളത്തിന് ബേസിക്കലി ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ സോപ്പ് കൺസപ്ഷനും കൂടും. അപ്പോൾ ഇതെല്ലാം കാരണം നമ്മൾ ഹാർഡ് വാട്ടർ പ്രിഫർ ചെയ്യുന്നില്ല. ലെസ് ദാൻ 300 mg/L ആണ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള 6th പാരാമീറ്റർ ആണ് ക്ലോറൈഡ്. ക്ലോറൈഡ് വെള്ളത്തിൽ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ കാർഡിയോ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ കിഡ്നി ഇഷ്യൂസും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലോറൈഡിൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടറിലെ ലിമിറ്റ് 250 mg/L. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 mg/L. അപ്പോൾ ക്ലോറൈഡ് മെഷർ ചെയ്യുന്ന ടെസ്റ്റ്, നമ്മൾ ക്വാളിറ്റി ടെസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഇസ് നോൺ ആസ് മോർസ് മെത്തേഡ് വഴിയാണ് ക്ലോറൈഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇതൊരു ടൈട്രോമെട്രിക് മെത്തേഡാണ്. വേണമെങ്കിൽ ടൈട്രൻറ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ദി ടൈട്രൻറ്റ് യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ് ഇസ് സിൽവർ നൈട്രേറ്റ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പാരാമീറ്ററാണ് സൾഫേറ്റ്. അപ്പോൾ ക്ലോറൈഡിനും സൾഫേറ്റിനും സെയിം വാല്യൂ ആണ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിൽ വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 mg/L. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വയ്ക്കുക, 250 mg/L ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം സൾഫേറ്റ്സ് ഹൈ കോൺസെൻട്രേഷനിലാണെങ്കിൽ ലാക്സേറ്റീവ്നെസ് കോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈ കോൺസെൻട്രേഷനിലുള്ള സൾഫേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല ഡ്രിങ്കിങ് വാട്ടറിൽ. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 mg/L. നെക്സ്റ്റ് പറയാനുള്ളതാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഫ്രഷ് ആണെങ്കിൽ ഡിയോയുടെ എമൗണ്ട് കൂടുതലായിരിക്കും, ഡിയോയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ലാക്ക് ഓഫ് ഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റെയിലാണെന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഡിയോ ഇല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? വാട്ടർ ഇസ് സ്റ്റെയിൽ. സോ വെള്ളത്തിൽ ഡിയോയുടെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ കീപ് ദ വാട്ടർ ഫ്രഷ് ഫോർ ലോങ്ങർ പീരീഡ് ഓൾസോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിയോയുടെ ഡ്രിങ്കിങ് വാട്ടർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 mg/L ആണ് യൂഷ്വലി ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഡിയോയുടെ എമൗണ്ട് വളരെ ഹൈ ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് കൊറോഷൻ. ചില സ്ഥലത്ത് അത് പറയാറുണ്ട്, ഡിയോയുടെ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് കൊറോഷൻ. സോ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടറിനകത്ത്. നെക്സ്റ്റ് ഫ്ലൂറൈഡിന് ഇതേപോലെ ഫ്ലൂറൈഡിൻ്റെ ഒരു റേഞ്ചാണ് 1 to 1.5 mg/L. ഇനി 1ന് താഴെയാണ് ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ എങ്കിൽ നമുക്കത് പ്രിഫറബിൾ അല്ല, ബിക്കോസ് ഇറ്റ് വിൽ കോസ് ഡെൻറ്റൽ ക്യാവിറ്റീസ്. ഇനി 1.5ന് മേലെയാണെങ്കിൽ ഇറ്റ് വിൽ കോസ് സ്കെലിറ്റൽ ഫ്ലൂറോസിസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 1.5ന് മേലെ ആണെങ്കിൽ മോൾട്ടിങ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണാം യെല്ലോ ടീത്ത്, അപ്പോൾ അതും കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കെലിറ്റൽ ഫ്ലൂറോസിസും കോസ് ചെയ്യുന്നുണ്ട്. സ്കെലിറ്റൻ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നത്, നമ്മളെ സ്കെലിറ്റൻസ് എല്ലാം കൈൻ്റെ സ്കെലിറ്റൻസ് എല്ലാം ബെൻഡ് ചെയ്ത് പോകും. അപ്പോൾ അതിനെയാണ് സ്കെലിറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ പ്രിഫറബിൾ അല്ല, എന്നാൽ വളരെ ലോവർ കോൺസെൻട്രേഷനും പ്രിഫറബിൾ അല്ല. അതുകൊണ്ട് തന്നെ 1 to 1.5 എന്നുള്ളൊരു റേഞ്ചാണ് ഫ്ലൂറൈഡിന്, വളരെ ചെറിയൊരു റേഞ്ചാണ്. അപ്പം ഈ ഒരു റേഞ്ചിലായിരിക്കണം വാട്ടറിലുള്ള ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ എപ്പോഴും. അപ്പോൾ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്, ഇഷ്യൂസ് കോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള 10th പാരാമീറ്ററാണ് നൈട്രജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നൈട്രജൻ വെള്ളത്തിൽ പല ഫോമിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ കാണപ്പെടുന്ന 4 ഫോമാണ് അമോണിയ നൈട്രജൻ,
ഓർഗാനിക് നൈട്രജൻ, നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്. അപ്പോൾ ഈ അമോണിയ നൈട്രജൻ, വെള്ളത്തിൽ അമോണിയ നൈട്രജൻ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് ഉള്ള ഒരു പൊല്യൂഷനാണ്. അതായത് വളരെ തൊട്ടടുത്ത് നടന്നൊരു പൊല്യൂഷനെയാണ് അമോണിയ നൈട്രജൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓർഗാനിക് നൈട്രജൻ ആണെങ്കിൽ ഓർഗാനിക് നൈട്രജൻ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. ഡീകമ്പോസ് ചെയ്യപ്പെടാത്ത ഓർഗാനിക് മാറ്ററിനെയാണ് ഓർഗാനിക് നൈട്രജൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൈട്രൈറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് കണ്ടാമിനേഷൻ. ഇത് നമ്മൾ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളിവിടെ ഡ്രിങ്കിങ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നിൽ, അതായത് 0 ആയിരിക്കണം. നൈട്രൈറ്റ്സ് 0 ആയിരിക്കണം വാട്ടർ. നമ്മൾ ഒട്ടും ഡ്രിങ്കിങ് വാട്ടറിൽ നൈട്രൈറ്റ്സിൻ്റെ എമൗണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. നൈട്രേറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 45 mg/L ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓക്സിഡൈസ്ഡ് ഓർഗാനിക് മാറ്റർ. ഓക്സിഡൈസ് ചെയ്യപ്പെട്ട ഓർഗാനിക് മാറ്ററുകളെയാണ് നൈട്രേറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയ നൈട്രജൻ എന്താണ്? അമോണിയ നൈട്രജൻ റീസെൻറ്റ് പൊല്യൂഷനാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ വരുന്നത്. അമോണിയ നൈട്രജൻ എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള പൊല്യൂഷനാണ്. ഓർഗാനിക് നൈട്രജൻ എന്ന് പറഞ്ഞാൽ അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൈട്രൈറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് കണ്ടാമിനേഷൻ. നൈട്രേറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓക്സിഡൈസ്ഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേഞ്ച് പറയുന്നുണ്ട്. അമോണിയ നൈട്രജൻ ഷുഡ് ബി ലെസ് ദാൻ 0.15 mg/L. ഓർഗാനിക് നൈട്രജൻ ആണെങ്കിൽ ലെസ് ദാൻ 0.3 mg/L. നൈട്രേറ്റ്സ് ഷുഡ് ബി 0, നില്ലായിരിക്കണം. ആൻഡ് നൈട്രേറ്റ്സ് ആണെങ്കിൽ ലെസ് ദാൻ 45 mg/L. ഇവിടെ ഈ അമോണിയ നൈട്രജൻ പ്ലസ് ഓർഗാനിക് നൈട്രജൻ ഇതിനെയാണ് വിളിക്കുന്നത് ജഡാൽ നൈട്രജൻ എന്ന് പറയും. ജഡാൽ നൈട്രജൻ എന്നാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനെ വിളിക്കുന്നത്. അമോണിയ നൈട്രജൻ പ്ലസ് ഓർഗാനിക് നൈട്രജൻ ഇസ് നോൺ ആസ് ജഡാൽ നൈട്രജൻ. നെക്സ്റ്റ് ഇവിടെ നൈട്രേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നൈട്രേറ്റ്സ് 45 mg/L കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ കോസ് ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം കോസ് ചെയ്യും. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഡിസീസ് കോസ് ചെയ്യും if it is greater than 45 mg/L. So nitrate should always be less than 45 mg/L. ബേബീസ് ഇതൊരു ഇൻഫൻ്റൽ ഡിസീസാണ്. ബേബീസിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ബ്ലൂ ബേബി സിൻഡ്രോം, അല്ലെങ്കിൽ മെത്തമോഗ്ലോബനീമിയ എന്നും വിളിക്കും. ബ്ലൂ ബേബി സിൻഡ്രോം എന്നാണ് പറയുന്നത് നോർമൽ ടേംസിൽ. അപ്പം ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതാണ്, ഇൻഫൻ്റൽ ഡിസീസാണ്. അപ്പോൾ അതൊട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നൈട്രേറ്റ്സിൻ്റെ വാല്യൂ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ 45 mg/L. നെക്സ്റ്റ് പാരാമീറ്റർ ആണ് അയൺ ആൻഡ് മാംഗനീസ്. ഇവിടെ അയൺ ആൻഡ് മാംഗനീസ്, അയണിന് പൊതുവെ വെള്ളത്തിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ കോസ് എ റെഡിഷ് കളർ. ഒരു റെഡിഷ് കളറാണ് വാട്ടറിന് കോസ് ചെയ്യുന്നത്. അയണിൻ്റെ ലിമിറ്റ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.3 mg/L. ഇനി മാംഗനീസ് ആണെങ്കിൽ മാംഗനീസ് വാട്ടറിൽ പ്രസൻറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് ബ്രൗൺ ടു പേർപ്പിൾ കളർ. ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു പേർപ്പിളിഷ് കളറാണ് വെള്ളത്തിന് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 mg/L ഇൻ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇത്രയാണ് കെമിക്കൽ വാട്ടർ ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ വാല്യൂസ് എന്തായാലും നോക്കി പോകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാല്യൂസാണ് എപ്പോഴും ചോദിക്കുന്നത്. ഈ ഒരു റേഞ്ചുകളുണ്ടല്ലോ, അപ്പോൾ ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. അതുപോലെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പറഞ്ഞു, കെമിക്കൽ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ. അപ്പം ഈ ഒരു ബയോളജിക്കൽ എക്സാമിനേഷനകത്ത് മെയിൻലി 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകളുടെ അകത്ത് വരുന്നതാണ് പ്ലേറ്റ് കൗണ്ട് മെത്തേഡ്. പ്ലേറ്റ് കൗണ്ട് മെത്തേഡ് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് 2 ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ.
ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ആണ് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് എത്ര നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് മെഷർ ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിൽ ഓർഗാനിസം പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിനകത്ത് പ്രസൻ്റ് ആണോ അല്ലയോ എന്നും ചെക്ക് ചെയ്യും, അതുപോലെ എത്ര നമ്പർ എത്ര ക്വാണ്ടിറ്റിയിലുണ്ടെന്നും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നടത്തുന്നൊരു ടെസ്റ്റാണ് E. coli ടെസ്റ്റ്. അപ്പോൾ E. coli ടെസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ E. coli എന്ന് പറയുന്നതിൻ്റെ E. coliയുടെ ഫുൾ ഫോമാണ് എസ്ചെരീഷ്യ കോളൈ. ഈ എസ്ചെരീഷ്യ കോളൈ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസമാണ്. ഇത് എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മാമൽസിൻ്റെ കേസിൽ നമ്മൾ ഫുഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗാനിസമാണ് ഈ എസ്ചെരീഷ്യ കോളൈ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫീക്കൽ മാറ്റേഴ്സിലെല്ലാം ഈ E. coli എന്ന് പറഞ്ഞ ബാക്ടീരിയ പ്രസൻ്റ് ആണ്. ഇതൊരിക്കലും ഒരു പാത്തജൻ അല്ല, കാരണം ഹ്യൂമൻ ബീങ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗാനിസമാണ്, ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗാനിസമാണ് E. coli. E. coli ഒരു പാത്തജൻ അല്ല, പക്ഷേ നമ്മൾ ഫീക്കൽ കണ്ടൻറ്റ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ E. coli മാത്രമല്ല മറ്റ് പല മൈക്രോ ഓർഗാനിസംസും ഉണ്ടാകും, പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ E. coli ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ഇവിടെ E. coli ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം മാത്രമാണ്. അതായത് E. coli ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, പാത്തജൻസ് പ്രസൻ്റ് ആണോ അല്ലയോ, മീൻസ് ഇൻ ദ സെൻസ് ദാറ്റ് വെദർ ദി വാട്ടർ ഇസ് കണ്ടാമിനേറ്റഡ് ബൈ ഫീക്കൽ മാറ്റർ ഓർ നോട്ട്. അപ്പോൾ ഫീക്കൽ മാറ്ററുമായിട്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ വിൽ ബി സം പാത്തജൻസ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ E. coli മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ പാത്തജനിക്, ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം മാത്രമാണ്. അപ്പോൾ വെള്ളത്തിൽ E. coli ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് പ്രോബബ്ലി കണ്ടാമിനേറ്റഡ് വിത്ത് ഫീക്കൽ മാറ്റർ. സോ അതുകൊണ്ട് തന്നെ E. coli ടെസ്റ്റിനകത്ത് നമ്മൾ E. coli എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം മാത്രമാണ്. അപ്പോൾ E. coli ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം പല ടെസ്റ്റുകളുണ്ട്, പല സ്റ്റെപ്പുകളുണ്ട്. പ്രിസംപ്റ്റീവ് ടെസ്റ്റ്, കൺഫർമേഷൻ ടെസ്റ്റ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്. അതിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ലെങ്തി ആകും വീഡിയോ, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്സ് ആണിത്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ പ്ലേറ്റ് കോൺ മെത്തേഡ്, മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്കൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ E. coli ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു പ്രസൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്നത്, ഓക്കെ, E. coli ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നത് E. coli ഇൻഡെക്സ് അല്ലെങ്കിൽ MPN നമ്പർ വെച്ചിട്ടാണ്. MPN ഇസ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. MPN ഇസ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നത് E. coli ഇൻഡെക്സ് അല്ലെങ്കിൽ MPN വെച്ചിട്ടാണ്. ഈ MPN എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് ബയോളജിക്കൽ എക്സാമിനേഷൻ. E. coli ടെസ്റ്റിന് ശേഷം എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് MPN അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഇതിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഫൈനൽ റിസൾട്ട്സ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനായിട്ടുള്ളതുള്ളൂ ബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടറിൽ. അപ്പം ഇത് മൂന്നുമാണ്, അതായത് നമ്മൾ പഠിച്ചു ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് വാട്ടർ ക്വാളിറ്റിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഷോർട്ടായിട്ടാണ്. ഇൻഡെപ്ത് പോവുകയാണെങ്കിൽ ഓരോരോ എക്സ്പെരിമെൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത്രയും ഇൻഡെപ്തിൽ പോയിട്ടില്ല, വളരെ ഷോർട്ടായിട്ടാണ്, ഏറ്റവും ഷോർട്ടാക്കാൻ പറ്റുന്ന അത്രയും ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളൊരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ് us go to the first question. So first question is, temporary hardness in water is caused by the presence of option A, bicarbonates of calcium and magnesium, sulfates of calcium and magnesium, chlorides of calcium and magnesium, nitrates of calcium and magnesium. Temporary hardness in water എന്ത് കാരണമാണ് ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം, കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം കാരണമാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഇസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് കാരണം, സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് കാരണം ഉണ്ടാകുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്, അല്ലെങ്കിൽ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് കണ്ടെയ്ൻ വാട്ടർ വിത്ത് ദ മാക്സിമം എമൗണ്ട് ഓഫ് ടർബിഡിറ്റി? ഏറ്റവും മാക്സിമം എമൗണ്ട് ഓഫ് ടർബിഡിറ്റി ഏതിലായിരിക്കും? ലേക്കിലാണോ, ഓഷനിലാണോ, റിവറിലാണോ, വെല്ലിലാണോ? ഇത് ഒരു ജനറൽ നോളേജ് അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഏറ്റവും ടെർബിഡ് ആയിട്ടുള്ളൊരു വാട്ടർ, ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റില്ലാണ് അല്ലേ. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് കുറവാണ്. ഓഷനും കമ്പാരിറ്റീവ്ലി റിവറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓഷനും സ്റ്റില്ലാണ്. വേവ്സ് ഉണ്ട്, പക്ഷെ അത് എവിടെയാണോ ഷോറിലെത്തുമ്പോൾ മാത്രമേ വേവ്സ് ഉള്ളൂ. ഡീപ്പർ ഓഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വേവ്സ് ഒന്നുമില്ല. അപ്പം കമ്പാരിറ്റീവ്ലി അതൊരു സ്റ്റിൽ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി റിവേഴ്സ് ആണെങ്കിൽ മൂവ്മെൻ്റ് ഉണ്ട്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെല്ലിൽ മൂവ്മെൻ്റ് ഇല്ല, വെല്ലും അവിടെ സ്റ്റില്ലാണ്. എന്തെങ്കിലും ടെർബിഡിറ്റി കോസ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റിലായി താഴെ ചെന്നിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ടർബിഡിറ്റി, മാക്സിമം എമൗണ്ട് ഓഫ് ടർബിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഫോർ റിവേഴ്സ്. Third question, which one of the following test of water or wastewater employs Erichrome black tea as an indicator? Erichrome black tea, EBT or Erichrome black tea indicator ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ഹാർഡ്നെസ് ആണ് അതിന് ഇത് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. Fourth question, which one of the following compounds of nitrogen causes infant methemoglobinemia? അപ്പം നമ്മൾ ഇൻഫൻറ്റ് മെത്തമോഗ്ലോബനീമിയ എന്ന പേര് കേൾക്കുമ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ ഒരു ഇൻഫൻറ്റ് ടേമോ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ബ്ലൂ ബേബി സിൻഡ്രോം. അപ്പോൾ ബ്ലൂ ബേബി സിൻഡ്രോം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈട്രജൻ്റെ കേസ് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈട്രേറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദാൻ 45 mg/L ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ബ്ലൂ ബേബി സിൻഡ്രോം. അപ്പോൾ ഒരു ഇൻഫൻറ്റൽ ഡിസീസാണ്. So always nitrates in the concentration should be less than 45 mg/L. So which one of the following compounds എന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രേറ്റ് ആണ് ആൻസർ വരുന്നത്. Fifth question, osmoscope is used to measure color, turbidity, odor, pH. ഇതിൻ്റെ ആൻസർ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓസ്മോസ്കോപ്പ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഓഡർ. സോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമ്മൾ വീഡിയോ ഫുൾ ടോപ്പിക്ക് പഠിച്ചു, ക്വാളിറ്റി ഓഫ് വാട്ടർ മൊത്തം നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.